കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. സഭയുടെ വേദന എല്ലാവരും മനസ്സിലാക്കിയെന്നും ബിഷപ്പ് തന്നെ സന്ദർശിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുമെന്നുള്ള പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഉറപ്പ് സഭയെ അറിയിക്കാനാണ് നേരിട്ടെത്തിയതെന്ന് രാജീവ് ചന്ദ്രശേഖറും അറിയിച്ചു. ജാമ്യത്തെ BJP സർക്കാർ എതിർക്കില്ലെന്നാണ് ഉറപ്പെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. സാനു കെ സജീവ് ചേരുന്നു. സാനു, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവർ ഇരുവരും തമ്മിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ 9:10 കൂടിയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂർ അതിരൂപത ആസ്ഥാനത്തെത്തുകയും തുടർന്ന് അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. അതായത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സാഹചര്യവും തുടർന്ന് സംസ്ഥാന BJP നേതൃത്വവും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്വീകരിച്ചിരിക്കുന്ന നടപടികളും വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന അധ്യക്ഷൻ എത്തിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് സഭാ അധ്യക്ഷരെയും അതേപോലെ തന്നെ സഭയുടെ മേൽത്തട്ടിലുള്ളവരെയൊക്കെ അറിയിച്ചു എന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിൽ പോയിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രിയുമായും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ, അവർ ചർച്ച ചെയ്ത കാര്യങ്ങൾ അത് സഭാ നേതൃത്വത്തെ അറിയിക്കുന്നതിന് വേണ്ടിയും അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് അല്പസമയം മുമ്പ് തൃശ്ശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയത്. അതായത് കൂടിക്കാഴ്ചയിൽ അതിയായ സന്തോഷമുണ്ടെന്നും സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വന്നതിൽ തങ്ങൾക്ക് അതിയായ ആഹ്ലാദമുണ്ടെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ആദ്യം ബന്ധപ്പെട്ടത് സഭയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ബന്ധപ്പെടുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ്. ആ ബന്ധപ്പെടൽ ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ അടിയന്തര നടപടികൾ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായി. BJPയുടെ നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് MPമാരുടെ, അതായത് മറ്റ് പാർട്ടികൾ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ CPIMൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഈ ഛത്തീസ്ഗഡിലേക്ക് പോകുകയും അവിടെ ചെന്നിട്ടുള്ള നടപടികളൊക്കെ നടത്തുകയും ചെയ്തതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ സംഭവം ഉണ്ടായപ്പോൾ തങ്ങൾ അഭയം തേടിയെത്തിയത് BJPക്ക് മുന്നിലാണെന്നും ആദ്യത്തെ നടപടികൾ BJPയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നും ആ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. അതേപോലെ തന്നെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം അതീവ ദുഃഖകരമാണെന്നും അവരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും സഭയുടെ ഭാഗത്തു നിന്നൊരു ആവശ്യം BJPക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന അധ്യക്ഷന് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടലുണ്ടാകും, അടിയന്തര നടപടി ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും സഭയ്ക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുന്നുവെന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതിനൊപ്പം മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം വ്യക്തമാക്കി. ജാതിയോ മതമോ നോക്കിയിട്ടല്ല BJP പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആരാവശ്യവുമായി വന്നാലും അവരുടെ വേണ്ടി ന്യായമായിട്ടുള്ള ആവശ്യത്തിന് മുന്നിൽ BJP ഉറച്ചു നിൽക്കും. അവർക്ക് ഏതറ്റം വരെ, നിയമപരമായിട്ടുള്ള ഏതറ്റം വരെ പോകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്.